ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചമ്മന്തി റെസിപ്പിയാണ് കാണിക്കുന്നത്. നമുക്ക് ബിരിയാണിയുടെ ഗീ റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തി ആട്ടോ ഇത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറേ പേര് ഇതിൻ്റെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ഇതിന് വേണ്ടി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ഫ്ലേവർ കൊടുക്കാം, അല്ലെങ്കിൽ പുതിനയില ആണെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. ഏതായാലും കുഴപ്പമില്ല. അപ്പം നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു പിടി പുതിനയില, ഇഞ്ചി ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഇവിടെ ഒരു 5 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലുപ്പമുള്ളത് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ അളവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഗ്രീൻ ഇലകളൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഗ്രീൻ കളർ ഉണ്ടാവും ഈ ചട്നിക്ക്. പിന്നെ ഇത് സാൻഡ്വിച്ചിലൊക്കെ ഇടാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു സവോളയും കൂടെ ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ വെള്ള സവോളയാണ് ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായി മുറിച്ച ശേഷം ഒരു മിക്സിയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടി കേട്ടോ ഇങ്ങനെ ചെറുതായി മുറിച്ച് കൊടുത്തത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങ ഫ്രഷ് ഇല്ലാത്തതുകൊണ്ട് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട്. അപ്പോൾ ഇതൊന്ന് അരഞ്ഞ് വരാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴമ്പ് പോലെ ആക്കിയെടുക്കരുത്. ഈ ഒരു പാകത്തിനായിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബിരിയാണിയുടെ ഗീ റൈസിൻ്റെ അതുപോലെ സാൻഡ്വിച്ചിൽ ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കാനും നല്ല ടേസ്റ്റ് ആട്ടോ. നല്ല ഫ്ലേവറുള്ള ചമ്മന്തിയാണ്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. ഇനി കുറച്ച് ഈദ് വിശേഷങ്ങളാണ്. അപ്പോൾ ഞാൻ ഈദിൻ്റെ തലേ ദിവസം തന്നെ ഇതുപോലെ സമൂസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും. പലഹാരങ്ങളെല്ലാം റെഡിയാക്കി വെക്കാറാണ്. പിന്നെ രാവിലെ എണീറ്റ് ഫ്രൈ ചെയ്യാറാണ്. അപ്പോൾ ഇത് കുട്ടികൾ ഉണ്ടാക്കി വെച്ചാട്ടോ ഞാൻ പരത്തി കൊടുക്കുമ്പോഴേക്ക്. അപ്പോൾ ഇനിയുള്ളൊരു പ്രധാന ജോലി എന്ന് പറയുന്നത് പാച്ചുക്കുട്ടിക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കലാണ്. അപ്പോൾ അത് മൈലാഞ്ചി ഇട്ട് കൊടുക്കും അവൾക്ക്. അപ്പോൾ എൻ്റെ ഒരുവിധം ജോലിയൊക്കെ കഴിഞ്ഞാലാണ് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. അപ്പം അധികം ആർഭാടങ്ങളൊന്നുമില്ല, നമ്മൾ സിമ്പിളായിട്ടൊന്നും മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇവളുടെ മൈലാഞ്ചി ഇടലൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ ചോറൊക്കെ റെഡിയാക്കി വെക്കാറാണ്, ബാങ്ക് കൊടുക്കുന്ന മുന്നേ തന്നെ. പിന്നെ ഈ പ്രാവശ്യം നമുക്ക് ഭയങ്കര മിസ്സിങ് എന്ന് പറയുന്നത് എപ്പോഴും ജാസ്മിൻ്റെ വീട്ടിൽ പോകാറാണ്. അപ്പോൾ ഉമ്മനെ സിസ്റ്റേഴ്സിനെ ആരെയും കാണാൻ പറ്റില്ല, ലോക്ക്ഡൗൺ ആയി കിടക്കുന്നതുകൊണ്ട് അവിടേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാസ്മിൻ്റെ ബ്രദറും വൈഫും ഒക്കെ ഇവിടെ അടുത്ത ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ നിസ്കാരത്തിന് വേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതെങ്കിലും ആളുകളെ കാണാമല്ലോ എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിന് അവർ വരുമ്പോഴേക്ക് നമുക്ക് ചായയും എല്ലാം റെഡിയാക്കണം. അപ്പോൾ ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം ഇതാ ചോറിൻ്റെതൊക്കെ നമ്മൾ ബാങ്ക് കൊടുക്കുന്ന മുന്നേ തന്നെ എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ എനിക്ക് ഇതിൻ്റെ ദിവസം അങ്ങനെ പണിയെടുക്കാനൊന്നും നിൽക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചു. പലഹാരങ്ങളൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നിസ്കരിക്കാനുള്ള സമയമായിട്ടുണ്ട്, 6 മണിയായി. അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം.
അവർ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവരുടെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോയി. പിന്നെ അതിനുശേഷം നമ്മളൊന്ന് ഉറങ്ങി എണീച്ചു. കാരണം പെരുന്നാളാകുമ്പോൾ തലേ ദിവസം ഉറങ്ങാറില്ല. അപ്പോൾ രാവിലെയാണ് ചായ കുടി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോലികളൊക്കെ നേരത്തെ തന്നെ തീർത്ത് വെച്ചത്. അല്ലെങ്കിൽ പിന്നെ എണീച്ച ശേഷം നമ്മൾ പിന്നെ കുക്കിങ്ങിന് നിൽക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു മടി കാരണം നേരത്തെ തീർത്ത് വെക്കാറാണ്. അപ്പോൾ എണീച്ച ശേഷം നിസ്കരിച്ച് ഫുഡൊക്കെ കഴിച്ചു. ബീഫ് ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ പെരുന്നാളാകുമ്പം ഒരു മധുരം അത് നിർബന്ധമാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഉണ്ടാക്കിയത് സ്വീറ്റ് ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞ പുഡിംഗ് ആയിരുന്നു. അപ്പോൾ അതൊരു അടിപൊളി പുഡിംഗ് ആട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ വീഡിയോ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.